മേഘ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ 2 തവണ പരാതി വന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിലുള്ളത് സാമ്പത്തിക ചൂഷണമാണ്. അതായത് മുൻപ് 2 പരാതികളിലും ഇല്ലാതിരുന്ന ഒരു പുതിയ കാര്യം, ബാക്കിയെല്ലാം സിമിലർ ആയിട്ട് ആദ്യത്തെ എങ്ങനെയായിരുന്നു ആദ്യത്തെ 2 പരാതിയിൽ വന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പരാതിയിലുള്ളത്. ഈ ഒരു കാര്യം മാത്രം കുറച്ച് വ്യത്യസ്തമാണ്. കുറച്ചധികം പണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ഇരയായ പെൺകുട്ടിയിൽ നിന്നും അല്ലെങ്കിൽ അതിജീവിതയായ പെൺകുട്ടിയിൽ നിന്നും പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത്രത്തോളം ദാരിദ്ര്യമായിരുന്നു രാഹുലിന് ആ ഒരു സമയത്തുണ്ടായിരുന്നത് എന്നുള്ളത് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഇതിനു മുൻപ് 2 തവണ കേസ് വന്നപ്പോഴും അതിനെ സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊടിച്ച പൈസ എല്ലാം തന്നെയും ഇതുപോലെ മറ്റു പല പെൺകുട്ടികളിൽ നിന്നും കടം വാങ്ങിയതും അല്ലെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വാങ്ങിയ പൈസ ആയിരിക്കുമോ? ഇപ്പോൾ വിജയ് മല്യ എന്തിനാ പൈസ തിരിച്ചടയ്ക്കാത്തതെന്ന് വെച്ചാൽ വിജയ് മല്യക്ക് പൈസ ഇല്ലാത്തതുണ്ടല്ലോ. അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. കയ്യില് പൈസ ഇല്ലാത്തതുണ്ടല്ലോ, ഒരു സന്തോഷം. അതെ, പക്ഷേ സന്തോഷത്തിന് ഇത്രയും എമൗണ്ട് ഒക്കെ ചെരുപ്പിന് 10,000 രൂപ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുറെ ആളുകൾ വന്ന് അതിന്റെ അടിയിൽ ചോദിക്കുന്നുണ്ട് ഈ ഒരു കണക്കുകളുടെ ഒക്കെ താഴെ വന്നിട്ട് ഇതൊക്കെ കള്ളക്കണക്കാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഒരു ചെരുപ്പിന് 10,000 രൂപയ്ക്ക് ചെരുപ്പുണ്ട്. 10,000 അല്ല, 10,000-നും 20,000-നും ചെരുപ്പുണ്ട് എന്നുള്ളതാണ്. ബ്രാൻഡഡ് ചെരുപ്പുകൾക്കൊക്കെ 10,000 രൂപയ്ക്ക് പുറത്താ. ഒരു MLA എന്നൊക്കെ പറഞ്ഞാൽ ബ്രാൻഡഡ് ചെരുപ്പുകൾ ഇട്ടില്ലെങ്കിൽ ആലോചിച്ച് നോക്ക്. അപ്പൊ അത് സ്നേഹിക്കുന്ന പെൺകുട്ടികളിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറയുമ്പോ സന്തോഷം. അതെ, ഞാൻ കഴിവെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു ചെരുപ്പ് വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ വാങ്ങിത്തന്നതാവുമ്പോ ഞാൻ കാലിലോട്ട് നോക്കുമ്പോഴല്ലേ എനിക്ക് എല്ലാ ദിവസവും എന്റെ കൂടെ രാവിലെ മുതൽ രാത്രി വരെ എന്റെ കൂടെ ചെരുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ നീ എന്റെ കൂടെ ഉള്ളതുപോലെയുള്ളൊരു തോന്നൽ, ഇത്തരത്തിലുള്ള മാനസികമായ, എന്നോട് ഇതുപോലെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ, അല്ല ഇത്തരത്തിലുള്ള മാനസികമായ ഒരു അടുപ്പം പെൺകുട്ടികളുടെ ഒരു മാനസികമായ ഒരു ഫീലിങ്സിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് എത്ര രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫ്ലാറ്റ് മേടിക്കാൻ 1 കോടി രൂപ വേണമെന്നൊക്കെ അതും ചോദിക്കുന്നത്. പാലക്കാട്, ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലക്കാട് ഫ്ലാറ്റ് വാങ്ങി തരണമെന്നും, അത് തരണം ആവശ്യപ്പെടുകയാണ്, ഫ്ലാറ്റ് വാങ്ങി തരണം, നമുക്ക് അവിടെ ഒരുമിച്ച് ജീവിക്കാം. അല്ലാതെ ഫ്ലാറ്റ് ഞാൻ വാങ്ങാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നല്ല, നീ വാങ്ങി തരണം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുന്ന ഒരു രീതിയിൽ വാങ്ങി കൊടുക്കണം അങ്ങോട്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ സത്യം പറഞ്ഞ രാഹുലിന്റെ. അതെ, അപ്പൊ ഈ പരാതിയിലും ആദ്യത്തെ പരാതിയിലുള്ള പോലെ ആ പെൺകുട്ടി വിവാഹിതയായിരുന്നല്ലോ. 2 കൈയടിച്ചാലല്ലേ ശബ്ദം കേൾക്കുകയുള്ളൂ. ആ പെൺകുട്ടി ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ രാഹുൽ അറിഞ്ഞില്ലേ ഇതൊക്കെ? ആ പെൺകുട്ടിയോട് ഫ്ലാറ്റ് മേടിച്ച് തരണമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി വിവാഹിതയാണെന്ന് രാഹുൽ അറിഞ്ഞിരുന്നില്ലേ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഈ ബന്ധങ്ങൾ വിള്ളൽ സംഭവിച്ച പെൺകുട്ടികളെ തേടിപ്പിടിച്ച് കണ്ടെത്തി, അതും ഈ പറയുന്ന ബന്ധം ഞാൻ നേരത്തെ ഒരു റിപ്പോർട്ടിൽ വായിച്ചിരുന്നത് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്? ഫ്ലിപ്കാർട്ടിൽ അച്ഛന് ഫോൺ ഓർഡർ ചെയ്തിട്ട് വീടിന്റെ അടുത്തുള്ള ബാല്യകാല സുഹൃത്ത് ഏതോ ഒരു രാഹുലിന് അയച്ച ലിങ്ക് മാറി അയച്ചതാണ്. പണ്ട് എപ്പോഴോ സേവ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക്. അതിൽ നിന്ന് അപ്പോൾ തന്നെ ആ ലിങ്ക് ഡിലീറ്റ് ചെയ്യുകയും പിന്നീട് യഥാർത്ഥമായി അയക്കേണ്ടിയിരുന്ന നമ്പറിൽ അയക്കുകയും അത് അവിടെ തീരുകയും ചെയ്തു. സ്വാഭാവികമായും നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ അതവിടെ തീർന്നു. പക്ഷെ പിറ്റേന്ന് മുതൽ ഹായ്, ഹലോ, സുഖമാണോ, എന്തൊക്കെയുണ്ട്, പിന്നെ ആസ് യൂഷ്വൽ ജാടയാണോ മൂളൂസ, ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നിരന്തരമായപ്പോൾ തിരിച്ച് റിപ്ലൈ കൊടുത്തു തുടങ്ങിയെന്നാണ് അറിയാൻ. 2024 ഈ സംഭവം നടക്കുന്നത്. അപ്പോഴും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഈ ചാനൽ ചർച്ചകളിൽ പോയിരുന്ന പിണറായി വിജയനെ അടക്കം തെറി വിളിച്ചുകൊണ്ടിരുന്ന ഇയാൾക്ക് എങ്ങനെയായി സമയം എന്നാണ്. നമ്പർ തെറ്റി വന്ന ഒരു നമ്പറിലേക്ക് വീണ്ടും ഹായ് ഹലോ, അത് ഡിലീറ്റ് ചെയ്ത മെസ്സേജ് പോലും ഡിലീറ്റ് ചെയ്തിരുന്ന നമ്പറിലേക്ക് ഹായ് ഹലോ അയക്കാനുള്ള ഒരു മാനസികാവസ്ഥ. ഇപ്പോ സമയം എന്ന് പറഞ്ഞ സമയം മാത്രമല്ല, പല ചാനൽ ചർച്ചകളിലും എന്നും ഞാൻ ഇരയ്ക്കൊപ്പം, ഞാൻ അതിജീവിതയ്ക്കൊപ്പം, ഞാൻ അവൾക്കൊപ്പം, ആ പെൺകുട്ടിക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഘോരഘോരം പ്രസംഗിച്ചിരുന്ന ആ ഒരു ക്ലിപ്പൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തന്റെ കയ്യിൽ നിന്നും മറഞ്ഞുപോയ പെൺകുട്ടി ഇരയല്ലാതെ അല്ലെങ്കിൽ ഇപ്പൊ അതിജീവിതയല്ല, ഇവർക്കൊക്കെ തനിക്ക് കിട്ടിയ സന്തോഷം അവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കണം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോയിട്ടുള്ളത്. പക്ഷെ ഒരു സമയം ഒരാളിലാണെങ്കിൽ നമ്മൾക്ക് പ്രണയം കൊണ്ടാണെന്ന് ന്യായീകരിക്കാം. പലരോടും ഒരേ സമയം പലരോടും ശാരീരിക മാനസിക അടുപ്പം തോന്നുന്നതും പ്രണയം തോന്നുന്നതൊക്കെ ഇപ്പൊ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. രാഹുലിനെ സംബന്ധിച്ചത് നോർമൽ ആയിരിക്കാം, പക്ഷെ തെണ്ടിത്തരം കാണിക്കുന്ന ഒരു പരിധിയുണ്ട്. തീർച്ചയായിട്ടും അത് പ്രണയത്തിലാവുന്നതോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ അല്ല, അതിനപ്പുറത്തേക്ക് എല്ലാവരിലും തനിക്കൊരു കുഞ്ഞു വേണം. ഒരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞോ മേനിയ, അതെ, പുതിയ പേരാ. ഈ പറയുന്ന പോലെ കുഞ്ഞുണ്ടെങ്കിൽ നീ എന്നിൽ നിന്ന് അകന്നു പോവില്ലല്ലോ, നീ എന്നും എന്റെ കൂടെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നിൽ ഒരു കുഞ്ഞ് വേണം. അതുപോലെ അല്ലെങ്കിൽ എന്നിൽ നിന്നും നിനക്കൊരു കുഞ്ഞ് വേണം. അതുപോലെ കുഞ്ഞുണ്ടെങ്കിൽ വീട്ടുകാർ പെട്ടെന്ന് സമ്മതിക്കും. ഇതൊക്കെയാണ് പ്രഗ്നന്റ് ആണെന്ന് അറിയിക്കുമ്പോ ഫോൺ എടുത്തിട്ട് ബ്ലോക്ക് ചെയ്യുക, ചീത്ത വിളിക്കുക, കുഞ്ഞ് എന്റെ തന്നെയാണെന്ന് എന്താണ് ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് മേടിച്ചു. അതെ, പക്ഷെ ഇപ്പോഴുള്ള ആ തൊലിക്കട്ടി സമ്മതിക്കണം. ഇപ്പോൾ നമ്മൾ ആ വീഡിയോ നമ്മൾ കുറച്ച്
കുറച്ചു നേരം മുന്നേ കണ്ട റീൽസിലൊക്കെ വൈദ്യ പരിശോധനയ്ക്കൊക്കെ ചിരിച്ചുകൊണ്ട് പോകുന്ന രാഹുൽ ഉണ്ടല്ലോ, അയാൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺഫിഡൻസ് കാണിക്കുന്നത് എന്നാണ് മനസ്സിലാകുക. അല്ല, പൂർണ്ണമായും ചുറ്റും ക്യാമറകൾ, മുഖം ചെറുതായി ഒന്ന് മാറിയാൽ അത് പൊതുജനം അറിയുമല്ലോ, അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചിലർ ഈ ഇമേജ് കോൺഷ്യസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോഴും കോൺഷ്യസ് ആയിരുന്നുകൊണ്ട് നമ്മളെപ്പോഴും നടക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നടക്കുക, ഇരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക. സെലിബ്രിറ്റി ആണല്ലോ ഇപ്പോൾ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടി നിൽക്കുന്ന സാഹചര്യമാണല്ലോ. സ്വാഭാവികമായും മാധ്യമങ്ങൾ പുറകെ ഉണ്ടാകും. അപ്പോൾ ക്യാമറ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ സൗന്ദര്യം വേണം, ഇനിയും ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി മറ്റു പല പാവം പിടിച്ച പെൺകുട്ടികളെയും കൊടുക്കാനുള്ള തന്ത്രങ്ങൾ രാഹുലിനെ സംബന്ധിച്ച് നമ്മൾ ആ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വായിച്ചിട്ടുണ്ട്. അവിവാഹിതകൾ, വിവാഹിതരായ മുതിർന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, അങ്ങനെ പലരെയും ഇദ്ദേഹം ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ പരാതി ആയപ്പോഴേക്കും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരാൻ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇനി 4ാമത്തെ പരാതി ഉണ്ടാകാം, 40ാമത്തെ പരാതി ഉണ്ടാകാം, ചിലപ്പോൾ 400ാമത്തെ പരാതിയും വരാം. എനിക്ക് തോന്നുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും പത്തി ഉയർത്തി വരുമ്പോ ഒരു തട്ട് കൊടുത്ത് അടുത്ത പരാതിയുമായിട്ട് തട്ടിയിടുമായിരിക്കും. ഇനിയും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കീ പോസ്റ്റുകളിൽ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം പരാതികൾ പുറത്തു വരുമ്പോൾ നാട്ടിൽ തന്നെ ഒരു അവയർനെസ് ഉണ്ടാവുമല്ലോ, ഇയാൾ ഇത്തരത്തിലൊരു വ്യക്തിയാണെന്നുള്ളൊരു അവയർനെസ് ഉണ്ടാവുകയും പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. ബേസിക്കലി നമ്മളൊക്കെ ഇത് പറയുന്നതിന്റെ ബേസിക് ആവശ്യം എന്ന് പറയുന്നത് കൂടുതൽ പെൺകുട്ടികൾ ഈ ചതിക്കുഴിയിൽ വീഴരുത്, അവരുടെ ജീവിതം നശിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പോക്സോ കേസ് വരെ വന്നേക്കാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 18 വയസ്സിന് താഴെ പരാതിയുമായി വന്നിരുന്നില്ല. ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും പെൺകുട്ടിയോ ആൺകുട്ടിയോ ഏതെങ്കിലും കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിയമപരമായി പുറത്തു വരണം. ഇയാളൊരു പീഡോഫൈലാണ്, അയാളൊരു വൃത്തികെട്ടവനാണെന്ന് നാട്ടുകാരെല്ലാരും അറിയുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം, അയാൾ ശിക്ഷിക്കപ്പെടണം. തീർച്ചയായിട്ടും. ഇപ്പോ പാപത്തിന്റെ പങ്ക് പറ്റാൻ എന്നുള്ളത് പോലെ ഗുളിക കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഹോട്ടലിൽ പെൺകുട്ടി എത്തിച്ചു കൊടുക്കുക, ഇതിനോടൊപ്പം തന്നെ സാമ്പത്തിക ചൂഷണം ചെയ്തപ്പോൾ അതിന്റെയും ഒരു പങ്ക് ഫെനിനൈൻ പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 5000 രൂപയാണ് ഈ പറയുന്ന അതിജീവിതയിൽ നിന്നും ഈ പറയുന്ന ഫെനിനൈൻ വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെനിനൈനിന്റെ കൂടുതൽ പങ്കുകളൊക്കെ പുറത്തു വരുമ്പോൾ ഫെനിനൈൻ ഇനി അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നാളെ നേരം പുലരുന്ന സമയത്ത് നമ്മൾ വാർത്തകളിൽ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഫെനിനൈൻ ഒളിവിൽ പോയി കാണും. രാഹുലിന്റെ 2ാം പരാതി വന്നപ്പോൾ ഒളിച്ചു നിന്നത് പോലെ തന്നെ ആയിരിക്കണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2024 ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് 5000 രൂപ കടമല്ല വാങ്ങിയതിന്റെ പേരിൽ എല്ലാ പെണ്ണുകേസിലും പെട്ട് മത്സരത്തിൽ തെരഞ്ഞെടുപ്പിലും തോറ്റ് ഫെനിനൈനാന്റെ അവസ്ഥയുടെ അവസ്ഥ. നമ്മളീ പറയില്ലേ, നമ്മുടെ ചങ്ക് പിടിച്ച വള്ളിക്ക് നമ്മളെ പെട്ടുപോയത്. അതെ, അത് പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പൊ PC വിഷ്ണുനാഥ് അല്ലെങ്കിൽ ഷാഫി പറമ്പിലൊക്കെ ആദ്യമൊക്കെ അനുകൂലിച്ച് വന്നിരുന്ന, അല്ലെങ്കിൽ ഇപ്പൊ അവരൊന്നും ഇല്ല, അവരൊന്നും ഈ ഒരു പിക്ചറിൽ ഈ ഒരു ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. ആ തുറന്നാൽ തലയിലാകുമെന്ന് കൃത്യമായി വിവേചന ബുദ്ധിയുള്ള മനുഷ്യർ കൃത്യസമയത്ത് അതിൽ നിന്ന് ഊരി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാങ്കൂട്ടത്തില് നമ്മൾ ഈ അടയിച്ചക്കരെ പോലെ നടന്ന മനുഷ്യരാണ്. ഏത് സമയത്ത് കറക്റ്റ് ആയിട്ട് ഊരി പോരണമെന്ന് ഷാഫിക്ക് അറിയായിരുന്നു. പണ്ട് നമ്മൾ ട്രോളിലൊക്കെ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഓരോ വീഡിയോ എടുത്താലും 10 വർഷത്തിന് ശേഷം നമ്മളത് പരിശോധിക്കുമ്പോൾ ഷാഫി രാഹുലിനെ അനുകൂലിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രതികൂലിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ അത് ഉപകാരമായി എന്നാണ് നമുക്ക് പറയേണ്ടത്. കൃത്യമായി ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എല്ലാ അർത്ഥത്തിലും ഷാഫി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. കാരണം രാഹുലിനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയിട്ടുണ്ട്, ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ തന്റെ ഇമേജിനോ അല്ലെങ്കിൽ തന്റെ സ്ഥാനങ്ങൾക്കോ കോട്ടം വരുത്താത്ത രീതിയിൽ ഇപ്പോൾ രാഹുലിൻ്റെതായിട്ടുള്ള ഇത്രയും സിവിയർ അല്ലെങ്കിൽ ഇത്രയും വലിയ വലിയ കേസുകൾ വരുമ്പോൾ ഇതിന് കൂടെ പുറകെ തൂങ്ങിയാൽ സ്വാഭാവികമായും തനിക്ക് ഇതിന്റെ മറ്റൊരു ഭാഗമാകേണ്ടി വരുമെന്നും അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ഭാവി പോലും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നും അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ ഒരു രീതിക്കും അല്ലെങ്കിൽ തെറ്റായ ഒരു വാക്കുപോലും ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഷാഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വാർത്തകളും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കുറച്ചു നാളത്തേക്ക് ഷാഫി മാധ്യമങ്ങളെ കാണാൻ സാധ്യതയില്ലായിരിക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ടല്ലോ. ഇനി എന്തായാലും ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളല്ലാതെ ഇനി SIT എന്തൊക്കെ ശേഖരിച്ചിട്ടുണ്ട്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന സമയങ്ങളിൽ പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.